ആര്യ ഗുഡ് ഈവനിങ്. ആര്യ, ലക്ഷ്മി, കൃഷ്ണേന്ദു, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കറണ്ട് അഫയേഴ്സ് റിവ്യൂ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്നലത്തെ പെൻഡിങ് ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇനിയിപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഒന്നുമില്ല. അപ്പൊ അത് ഇന്നലെ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഹിന്ദുവിന്റെ റിവ്യൂയിലേക്ക് പോവാം. സമയക്കുറവുള്ളത് കൊണ്ട് ഡയറക്ട്ലി ഞാൻ ന്യൂസ് പേപ്പർ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ന്യൂസ് പേപ്പർ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പേര് ഇപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ല, വെറും 10 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാനത് കാര്യമാക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ജോയിൻ ചെയ്താൽ മതി. സ്വയം ഇംപ്രൂവ് ആകണം എന്ന് ഒരാഗ്രഹമുള്ള ആൾക്കാർ വേണം ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നൈറ്റ് ആണ്, 9:30 കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് കരുതുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അപ്പം യൂട്യൂബിൽ ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതെങ്കിലും അവർ കണ്ട് പഠിച്ചാൽ മതിയായിരുന്നു. ഇതൊരു സിമ്പിൾ കാര്യമല്ല, ഒരു തമാശയല്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇംഗ്ലീഷ് ഇംപ്രൂവ് ആകണമെന്നുണ്ടെങ്കിലും അതുപോലെ കറണ്ട് അഫയേഴ്സ് ഇംപ്രൂവ് ആവാനും ന്യൂസ് പേപ്പർ റീഡിങ് അത്യാവശ്യമാണ്. ന്യൂസ് പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട്. അപ്പം ഇത് കാണേണ്ടത് നിങ്ങളുടെ കടമയാണ്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഡയറക്ട്ലി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ഹിന്ദുവിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആദ്യത്തെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ദിവസത്തെയും ഹിന്ദുവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുകളിൽ ഉള്ള ഒരു 3-4 ന്യൂസുകളായിരിക്കും നാഷണൽ ന്യൂസുകളും ഇന്റർനാഷണൽ ന്യൂസുകളും. അതിന്റെ താഴെയുള്ള ന്യൂസുകളെല്ലാം കേരള സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും. അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ നമുക്ക് മുകളിലുള്ള 3-4 ന്യൂസുകൾ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതാണ് നമ്മൾ ഈ ഹിന്ദു വായിക്കുമ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആവശ്യമുള്ളത് മാത്രം നമ്മൾ അതിന് ഫിൽട്ടർ ചെയ്തെടുത്ത് വായിക്കുക, ആവശ്യമില്ലാത്ത കളയുക. അപ്പൊ അതാ വേണ്ടത്. ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് പീപ്പിൾ ട്രസ്റ്റ് NDA's പോളിസീസ്, PM. അപ്പൊ PM എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന സംഭവം, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസണും ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസും ഒക്കെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും നമ്മളുടെ ഒരു പവർ ഹൈറാർക്കി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. അത് ഇന്ത്യയിലെ മോസ്റ്റ് പവർഫുൾ പൊസിഷൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പൊസിഷനാണ്. കാര്യം പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയെ റൂൾ ചെയ്യുന്നത്. ഇപ്പൊ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ പോലും പ്രസിഡന്റ് പല സന്ദർഭങ്ങളിലും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്, അതിനപ്പുറമുള്ള പവർ ഒന്നും പ്രസിഡന്റിന് ഇല്ല. ബില്ലുകൾ, അതായത് പാർലമെന്റിൽ ആക്ടുകൾ ഉണ്ടാക്കുമ്പോൾ ആക്ടുകളിൽ സൈൻ ചെയ്യുക, ബില്ലെന്നാണ് പറയുന്നത് ആദ്യം. ആ ബില്ല് ആക്ടായി മാറണമെങ്കിൽ പ്രസിഡന്റിന്റെ സിഗ്നേച്ചർ വേണം. അതിനപ്പുറം ഇന്ത്യയുടെ പ്രസിഡന്റിന് വലിയ റോളൊന്നും പല കാര്യങ്ങളിലും ഇല്ല. അപ്പം ഇന്ത്യയിലെ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ആ പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റുകൾക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം NDA, ഞാനത് എന്താണെന്ന് വിശദമാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ മെയിൻ ആയിട്ട് 2 അലയൻസുകളാണ് ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നത് പലപ്പോഴും ഈ അലയൻസുകളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. 2 അലയൻസ് ഉണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള അലയൻസിന് NDA എന്നാണ് പറയുന്നത്. NDA എന്ന് പറഞ്ഞാൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് മലയാളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയും. അപ്പൊ അവര് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നത് 2014 തൊട്ട് NDA ആണ്. ഫസ്റ്റ് ടൈം 2019 തീർന്നു. അതിനുശേഷം ഇലക്ഷൻ നടന്നു, വീണ്ടും സെക്കൻഡ് ടൈം മോഡിയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് കിട്ടി. അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിനു മുമ്പ് മൻമോഹൻ സിംഗ് ആയിരുന്നു 10 years ഇന്ത്യ ഭരിച്ചിരുന്നത്. അത് NDA അല്ല, അത് UPA ആയിരുന്നു, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അലയൻസിനെയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അലയൻസിനാണ് UPA, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്നറിയപ്പെടുന്നത്. BJPയുടെ നേതൃത്വത്തിലുള്ള അലയൻസിന് NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് പറയുന്നത്. അപ്പം പീപ്പിൾ ട്രസ്റ്റ് NDA's പോളിസീസ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബീഹാർ ഇലക്ഷൻ റിസൾട്ട്, ഒപ്പം തന്നെ മധ്യപ്രദേശ് ഉൾപ്പെടുന്ന പല സ്റ്റേറ്റുകളിലെയും നിയമസഭാ ഇലക്ഷൻസ്, അതില് BJPയും അതിന്റെ അലയൻസ് പാർട്ട്നേഴ്സും വലിയ വിജയം നേടി. ഇതിനെ കുറിച്ചാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ പ്രൈം മിനിസ്റ്റർ ഒരു അഡ്രസ് ഒക്കെ നടത്തി, അദ്ദേഹത്തിന്റെ പാർട്ടി വർക്കേഴ്സിനെയൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ച ആ ഒരു ന്യൂസ് ആണ് ഇതെന്ന് പറയുന്നത്.
അടുത്തത് കണ്ടോ, വേറൊരു ന്യൂസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് ടു ഗവേൺ OTT പ്ലാറ്റ്ഫോംസ്. ഗവൺമെന്റ് ടു ഗവേൺ OTT പ്ലാറ്റ്ഫോംസ്. OTT എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ ഓവർ ദ ടോപ്പ് എന്നാണ്. OTT എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തിയേറ്റേഴ്സ് എല്ലാം പൂട്ടിക്കിടക്കുകയാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്റേഴ്സിൽ സിനിമ റിലീസ് ഇല്ല. ഇപ്പൊ സൂര്യയുടെ ഒരു സിനിമ റിലീസായി, വളരെ നല്ല സിനിമ എന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നു. അത് ആമസോൺ പ്രൈമിലാണ് റിലീസായത്. അതുപോലെ മലയാളത്തിലെ പല സിനിമകളും ആമസോൺ പ്രൈമിൽ റിലീസ് ആവുന്ന നിങ്ങൾ കണ്ടു. ആമസോൺ പ്രൈം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അപ്പം അതിനെയാണ് OTT, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ OTTയിലെ കണ്ടന്റ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡി ഇത്രയും കാലം ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മള് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ സൂര്യ, സൺ TV എന്നൊക്കെ പറയുന്നത് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അവർ OTT അല്ല, അവർ ബ്രോഡ്കാസ്റ്റേഴ്സ് ആണ്. ഈ ബ്രോഡ്കാസ്റ്റേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് ട്രായ് ഉണ്ട്. ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ട്രായ് അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ടെലികോം സെക്ടർ റെഗുലേറ്റർ ആണ്. മെയിൻലി ടെലികോം സെക്ടറിന്റെ റെഗുലേറ്റർ ആണ് ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ ബ്രോഡ്കാസ്റ്റേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാനും DTH, ഡയറക്ട് ടു ഹോം സർവീസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള മാൻഡേറ്റും കൂടെ ട്രായ്ക്കുണ്ട്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ്ക്കും ബ്രോഡ്കാസ്റ്റേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാനും ടെലികോം കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യാനും DTH, ഡയറക്ട് ടു ഹോം സർവീസിനെ റെഗുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോഴും OTT റെഗുലേറ്റ് ചെയ്യാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. അപ്പോ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു OTT പ്ലാറ്റ്ഫോംസിന്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു OTT പ്ലാറ്റ്ഫോംസിന്. അവരിനി റെഗുലേറ്റ് ചെയ്യും. മിക്കവാറും അതിനു വേണ്ടിയിട്ട് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ OTTസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ മിനിസ്റ്റർ ആരെന്ന് അറിയാവുന്ന കമന്റ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? പ്രകാശ് ജാവദേക്കർ. മിത്ര, ഗ്രീഷ്മ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് ജാവദേക്കർ, JAVADEKAR. പ്രകാശ് ജാവദേക്കർ ഇസ് ദ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ അതറിഞ്ഞിരിക്കുക. പിന്നീട് ഒരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്. ട്രായിയുടെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് മെയിൻ ആയിട്ട് ടെലികോം സെക്ടറിന്റെ റെഗുലേറ്റർ ആണ്. ട്രായിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ നടന്നിരിക്കുക? ട്രായിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതുപോലെ ട്രായിയുടെ ചെയർമാന്റെ പേരും അറിഞ്ഞിരിക്കുക. പുതിയ ചെയർമാൻ ആണ് ട്രായ്ക്ക് ഇപ്പോ PD വഗേല ആണ്. PD വഗേല, VAGHELA, PD വഗേല, VAGHELA, ന്യൂ ചെയർമാൻ ഓഫ് ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ അടുത്ത മറ്റൊരു ന്യൂസ്, ലഡാക്ക് സ്റ്റാൻഡ് ഓഫ്, ഇന്ത്യ ചൈന ഫൈനലൈസിംഗ് ഡിസ്എൻഗേജ്മെന്റ് പ്ലാൻ. ഈ ന്യൂസ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം ഇത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൽ മാത്രമല്ല, നമ്മളെ മലയാളത്തിലെ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ഈ ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാല്, ഈ ചൈന എന്ന് പറയുന്നത് ആക്ച്വലി വേൾഡിലെ ഏറ്റവും വലിയ ആർമി ചൈനയ്ക്കുള്ളതാണ്. PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ് വേൾഡിലെ ഏറ്റവും വലിയ ആർമി. ചൈനയുടെ ആർമിയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ്. അതുപോലെ അവരുടെ എയർഫോഴ്സിന്റെ സ്ട്രെങ്ത് എടുത്താലും, നേവിയുടെ സ്ട്രെങ്ത് എടുത്താലും, ആർമിയുടെ സ്ട്രെങ്ത് എടുത്താലും ഇന്ത്യക്കാർ ഒരുപാട് മുന്നിലാണ്. അതുകൊണ്ട് അതിന്റെ ഒരു അഹങ്കാരത്തിൽ അവരുടെ ടെറിട്ടോറിയൽ ആംബിഷൻസ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ രാജ്യങ്ങളുമായിട്ട് അവരുടെ ചുറ്റിലും ബൗണ്ടറി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് അവർക്ക് ഡിസ്പ്യൂട്ട് ഉണ്ട്, ലാൻഡ് ഡിസ്പ്യൂട്ടും ഒക്കെ ഉണ്ട്. ഈവൻ നേപ്പാളിൽ പോലും ചൈന കടന്നു കയറി എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ആ കളി ഇന്ത്യയുടെ അടുത്ത് ഇറക്കിയതാണ്. അവർ പലപ്പോഴും ഇറക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ലഡാക്കിൽ ഇന്ത്യ ഒരു ഇഞ്ച് പോലും കൊടുക്കാതെ ഇന്ത്യയുടെ പട്ടാളക്കാര് പിന്നീട് വളരെ ശക്തമായി നിലയുറപ്പിക്കുകയും ഇന്ത്യയുടെ ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ട് വളരെ അഗ്രസീവായിട്ടുള്ള സ്റ്റാൻഡ് ഇന്ത്യയുടെ ആർമിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായപ്പോ ചൈനക്കാർക്ക് ഈ കളി പന്തിയല്ലെന്ന് മനസ്സിലാവുകയും ചൈനക്കാര് പഴയ പൊസിഷൻസിലേക്ക് തിരിച്ചു പോകാൻ ഇപ്പൊ നടന്ന മീറ്റിംഗിൽ തയ്യാറാവുകയും ചെയ്തു. അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നുള്ള കാര്യമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഇപ്പോ ചൈന സമ്മതിച്ചിരിക്കുകയാണ് പഴയ പൊസിഷൻ. ന്യൂസ് വായിച്ചതെന്ന് പറയാം, ഇന്ത്യ ആൻഡ് ചൈന ആർ വർക്കിംഗ് ഔട്ട് മൊഡാലിറ്റീസ് ടു ഫൈനലൈസ് എ പ്ലാൻ ഫോർ ഫേസ്ഡ് ഡിസെൻഗേജ്മെന്റ് and de-escalation along the line of actual control in eastern Ladakh, beginning with the north bank of Pangong Tso
അക്കോർഡിംഗ് ടു മൾട്ടിപ്പിൾ സോഴ്സസ്. അപ്പൊ പാങ്കോക്സോ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് ഈ പട്ടാളക്കാർ പിൻവലിയാൻ പോകുന്നത്. അപ്പൊ അത് ഇന്ത്യയുടെ വിജയം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഒരു ലോക്കൽ ന്യൂസ് ആണ്, എന്നാലും ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. COVID-19 പേഷ്യൻസിനും ഇപ്പൊ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ ലാസ്റ്റ് അവറിൽ വോട്ട് ചെയ്യാന്നാണ്. COVID-19 പേഷ്യൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇലക്ഷന്റെ അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് സ്റ്റേറ്റ് ലെവൽ ന്യൂസ് ആണ്. നമ്മളിവിടെയാണല്ലോ, ഇപ്പൊ കേരളത്തിലാണല്ലോ ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഇൻസെന്റീവ് ടു ബൂസ്റ്റ് മാനുഫാക്ചറിങ്. ഇന്ത്യ ചൈനയുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഒരു തീരുമാനം എടുത്തത്, ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് മാക്സിമം ഇന്ത്യയിലേക്ക് കുറയ്ക്കുക. ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ഉണ്ടാകുന്ന ഇലക്ട്രോണിക് സെക്ടറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ആദ്യം ഒരു PLI എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ആവിഷ്കരിച്ചു. PLI ഇതാ ഇവിടെ തന്നെ ഉണ്ട്, PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഈ PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന സംഭവം ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രോണിക് സെക്ടറിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ വരുന്ന കമ്പനീസിന് ഇന്ത്യക്കകത്ത് മാനുഫാക്ചർ ആണ്. അത് ഗ്ലോബലി ഏത് കമ്പനി ആയിക്കോട്ടെ, ആപ്പിളും അല്ലെങ്കിൽ ആപ്പിളിന്റെ പിന്നീട് ഫോണൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് വേറെ ഒരുപാട് തൈവാൻ ബേസ്ഡ് കമ്പനീസ് ഉണ്ട്, ഫോക്സ്കോൺ എന്നൊക്കെ പറയുന്ന കമ്പനീസ്. അതുപോലുള്ള കമ്പനീസിനും ഒക്കെ ഇന്ത്യയിൽ അവരുടെ ആപ്പിളിന്റെ ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൈ അയച്ചുള്ള ഇൻസെന്റീവ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനെയാണ് PLI എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. പക്ഷെ അത് ഇപ്പൊ ഇലക്ട്രോണിക്സിൽ നിന്ന് മാറ്റിയിട്ട് ഇലക്ട്രോണിക്സിനോടൊപ്പം തന്നെ 10 കൂടുതൽ സെക്ടേഴ്സിലും കൂടെ ഈ PLI വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് എസ്റ്റിമേറ്റഡ് ഔട്ട്ലേ ഓഫ് അബൌട്ട് ₹1.4 lakhs crores, 1,46,000 കോടി രൂപ ഓവർ ദ നെക്സ്റ്റ് 5 years. അടുത്ത 5 വർഷം ഏകദേശം 1,46,000 കോടി രൂപ, 1.46 lakhs crores ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാണ് ഗവൺമെന്റ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 കൂടുതൽ സെക്ടേഴ്സിലേക്ക്. ആദ്യം ഇലക്ട്രോണിക് സെക്ടറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്ന് ഗവൺമെന്റ് കരുതുന്നു. അപ്പോൾ ദ ഗവൺമെന്റ് ഓൺ വെനസ്ഡേ അൺവെയിൽഡ് എ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് PLI സ്കീം to encourage domestic manufacturing investments in 10 more sectors with an estimated outlay of about 1.46 lakhs crores over the next 5 years എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് വേണ്ട ന്യൂസ്. താഴെ പിന്നെ നിങ്ങൾക്ക് ശിവശങ്കറിന്റെ ഒരു ഫോട്ടോ ഒക്കെ കാണാം. അത് നമുക്കറിയാം കേരളത്തിലെ ഒരു അഴിമതി കേസാണ്. അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. അഴിമതി ആണെങ്കിലും നല്ല കാര്യമാണെങ്കിലും അത് വേണ്ട ആൾക്കാർ. ഓക്കെ, അതിനടുത്ത പേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരമാണ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് വീണ്ടും തിരുവനന്തപുരമാണ് വേണ്ട. അതിനടുത്ത പേജ് കേരളയാണ് വേണ്ട. അതിനടുത്ത പേജ് വീണ്ടും കേരളയാണ് വേണ്ട. അതിനടുത്ത പേജ് എഡിറ്റോറിയൽ പേജാണ്, 6th പേജ്. എഡിറ്റോറിയൽ പേജില് ഫസ്റ്റ് എഡിറ്റോറിയൽ വീക്ക് അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. വീക്ക് അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ പേര് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ടോപ്പിലാണ് പക്ഷെ വീക്കാണ്, മുകളിലിരിക്കുന്ന ആൾ വീക്കാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനെ കുറിച്ചാണ്. നിതീഷ് കുമാർ returns as Bihar CM much weakened and at the mercy of a stronger BJP എന്നാണ് ആ എഡിറ്റോറിയൽ തുടങ്ങുന്നത്. ഒരു എഡിറ്റോറിയലിന്റെ ഫസ്റ്റ് വരി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും ഈ എഡിറ്റോറിയൽ എങ്ങനെയായിരിക്കും പോയിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഈ ബീഹാറിൽ തുടർച്ചയായിട്ട് 4ാം വട്ടം മുഖ്യമന്ത്രിയാവുകയാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാർ തന്നെ ചീഫ് മിനിസ്റ്റർ ആവുമെന്ന് BJPയും വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ NDA ആണ് ഭൂരിപക്ഷം നേടിയത്. NDAയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് BJP ആണ്. അവർ 74 സീറ്റുകൾ നേടി. അവർക്കാരും 10-30 സീറ്റ് കുറവാണ് ഈ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ്. ബട്ട് സ്റ്റിൽ there was an agreement between BJP and the Janata Dal United that Nitish Kumar will definitely become the chief minister even if they score lesser number of seats than BJP. അങ്ങനെയാണെങ്കിൽ പോലും നിതീഷ് കുമാർ ആയിരിക്കും ചീഫ് മിനിസ്റ്റർ എന്ന് അവർ ഒരു വാക്കുണ്ടായിരുന്നു, പ്രോമിസ്. അതിന്റെ അടിസ്ഥാനത്തിൽ they decided to give the chief minister's post to നിതീഷ് കുമാർ. ഓക്കെ, അപ്പോ നിതീഷ് കുമാറിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. നിതീഷ് കുമാറിന്റെ പാർട്ടി വളരെ പോറായിട്ടാണ് അവർ പെർഫോം ചെയ്തത്. പക്ഷേ ഒരു കോalition ധർമ്മ എന്ന അടിസ്ഥാനത്തിൽ അവർ ചീഫ് മിനിസ്റ്റർ പൊസിഷൻ BJP ഇവർക്ക് കൊടുക്കുകയാണ്. പക്ഷെ സ്റ്റിൽ അറ്റ് ദ മെർസി ഓഫ് BJP മാത്രമേ
നിതീഷ് കുമാറിനെ ഭരിക്കാൻ പറ്റൂ, മറ്റവരുടെ റിമോട്ട് കൺട്രോളിലായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് ആ എഡിറ്റോറിയൽ. പ്യൂർലി എ പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ. ഇഫ് യു ഹാവ് ദ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ് യു ക്യാൻ റീഡ് ദിസ് എഡിറ്റോറിയൽ. അതർവൈസ് ഓൾസോ യു ഷുഡ് റീഡ്. കാരണം എഡിറ്റോറിയൽസ് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. യു വിൽ ഗെറ്റ് ഗുഡ് വൊക്കാബുലറി ഫ്രം ദിസ് എഡിറ്റോറിയൽ റീഡിംഗ് എക്സർസൈസ്. നെക്സ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ബാക്ക് ടു ദ ഹൗസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ബാക്ക് ടു ദ ഹൗസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എഗെയിൻ ഇലക്ഷനെ കുറിച്ചാണ്, മെയിൻലി മധ്യപ്രദേശിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ബീഹാർ ഇലക്ഷന്റെ ആ ഒരു ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ മുങ്ങിപ്പോയ വളരെ നിർണായകമായിരുന്ന ഇലക്ഷൻ ആയിരുന്നു മധ്യപ്രദേശിൽ ഇലക്ഷൻ. മധ്യപ്രദേശിൽ 28 ബൈ ഇലക്ഷൻസ് നടന്നു. ഈ 28 ബൈ ഇലക്ഷൻസിലും നടക്കാൻ കാരണം 28 കോൺഗ്രസ് MLA-മാർ റിസൈൻ ചെയ്ത് BJP-യിലേക്ക് ജോയിൻ ചെയ്ത്. അങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കമൽനാഥ് എന്ന് പറഞ്ഞ ലീഡറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് താഴെ പോവുകയും ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ BJP ലീഡറിന്റെ നേതൃത്വത്തിൽ പുതിയ BJP ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഈ 28 മെമ്പേഴ്സ് റിസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി 6 മന്ത്സിൽ കൂടുതൽ വേക്കന്റ് ആയിരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു MLA രാജിവെക്കുകയോ മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വേക്കൻസി ഉണ്ടായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 6 മാസത്തിനകം ഇലക്ഷൻ നടത്തി അവിടെ പുതിയ MLA അല്ലെങ്കിൽ MP ഉണ്ടാക്കും. അപ്പൊ ഈ 28 സീറ്റുകളിൽ ഇലക്ഷൻ നടത്തേണ്ടി വന്നു. ആ 28 സീറ്റുകളിൽ 8 സീറ്റോ 9 സീറ്റോ വിൻ ചെയ്താൽ മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ ഗവൺമെന്റിന് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ അവർ 19ഓളം സീറ്റുകൾ വിൻ ചെയ്ത് ഭൂരിപക്ഷം കൂട്ടി വളരെ സ്റ്റേബിൾ ആയിട്ട് മാറി അവിടുത്തെ ഗവൺമെന്റ്. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് താഴെ പോകുമായിരുന്നു. അതായിരുന്നു ഈ ഇലക്ഷന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും കുതിരക്കച്ചവടോ അല്ലെങ്കിൽ പണം കൊടുത്ത് MLA-മാരെ വാങ്ങിയെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും കോൺഗ്രസിന്റെ MLA-മാർ 28 പേര് റിസൈൻ ചെയ്തു. അതിൽ അവരെല്ലാം വീണ്ടും മത്സരിച്ചു BJP-കാരായിട്ട്. അതിൽ 19 പേരും ജയിച്ചു കയറി ശിവരാജ് സിംഗ് ചൗഹാൻ ഗവൺമെന്റ് അവിടെ സ്റ്റേബിൾ ആയി മാറി. അപ്പം അതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. അതിനെ കുറിച്ചാണ് എഡിറ്റോറിയലിന്റെ കണ്ടന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ട്രംപിസം സ്റ്റിൽ റിമെയിൻസ് അൺവാൻക്വിഷ്ഡ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതൊന്നും നിങ്ങൾ വായിക്കേണ്ട. കാരണം എന്നും ഇനി പത്രക്കാർക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് US ഇലക്ഷനെ കുറിച്ചാണ്. US ഇലക്ഷൻ കഴിഞ്ഞു. അവിടെ ജോയ് ബൈഡൻ പിന്നീട് പുതിയ പ്രസിഡന്റ് 46th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ പിന്നെ വീണ്ടും അതിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം വായിക്കുക, പക്ഷെ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അടുത്തത് മിത്സ് ആൻഡ് റിയാലിറ്റി ഓഫ് ഇലക്ഷൻ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സംഭവം എന്ന് വെച്ചാൽ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷന്റെ കൗണ്ടിങ് നടക്കുന്നതിന് മുമ്പ് ഇലക്ഷൻ ആര് ജയിക്കുമെന്ന് ഫോർകാസ്റ്റിംഗ് നടത്താറുണ്ട് ഇന്ത്യയിലെ ഏജൻസീസ്. ഈ ബീഹാറിന്റെ കാര്യത്തിൽ എക്സിറ്റ് പോളുകളെല്ലാം പ്രഡിക്ട് ചെയ്തിരുന്നത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ആ ഒരു അലയൻസ് വിൻ ചെയ്യും, ഗ്രാൻഡ് അലയൻസ് വിൻ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതെല്ലാം മിസറബിളി റോങ് ആയി. എല്ലാ ഒപ്പീനിയൻ പോൾസിന്റെയും പ്രഡിക്ഷൻസിനെ തെറ്റിച്ചുകൊണ്ട് നിതീഷ് കുമാർ അധികാരത്തിൽ വരും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മിത്സ് ആൻഡ് റിയാലിറ്റി ഓഫ് ഇലക്ഷൻ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആണ്. അത് താല്പര്യമുള്ളവർ വായിക്കുക. മസ്റ്റ് ആയിട്ട് വായിക്കേണ്ടത് ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ ആണ്. ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ എന്ന് പറയുന്നതിൽ മിക്ക ലെറ്റേഴ്സും ബീഹാർ ഇലക്ഷനെ കുറിച്ചും അതിലെ ഇൻട്രിക്കസീസിനെ കുറിച്ചും അതിലെ പ്ലേ ഔട്ടായ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ലെറ്റേഴ്സിന്റെ കൂട്ടത്തില്. അപ്പം അത് നിങ്ങൾ എല്ലാവരും വായിക്കണം. കാര്യം വായിക്കുമ്പോൾ നമുക്ക് ആൾക്കാരുടെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് മനസ്സിലാവും. അപ്പൊ നമുക്ക് ആ ഒരു ന്യൂസിനെ കുറിച്ച് ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമുക്കൊരു വ്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബൈ റീഡിങ് ദീസ് ലെറ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് ലെറ്റേഴ്സ് മസ്റ്റ് ആയിട്ട് വായിക്കണം. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് എന്നാണ് പറയുന്നത്. എഡിറ്റോറിയൽ പേജിന്റെ ഓപ്പോസിറ്റ് പേജ്. ആ പേജിൽ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. അത് റിപ്പബ്ലിക് ചാനലിന്റെ റിപ്പബ്ലിക് ചാനലിന്റെ ചീഫായ അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങളെ കുറിച്ചും അതിൽ മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് സ്വീകരിച്ച പോളിസീസിന് അല്ലെങ്കിൽ നയങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്റർ അറിയാവുന്നൊരു കമന്റ് എല്ലാവർക്കും അറിയായിരിക്കും. മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്റർ ഗോഖലെ ചൗഹാൻ അല്ല. ആരാണ് മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്റർ? ആർക്ക് പറഞ്ഞൂടെ? ഉദ്ധവ് താക്കറെ. ശരിയാണ്, ഉദ്ധവ് താക്കറെയാണ്. ഗ്രീഷ്മ വിയൽ, ഉദ്ധവ് താക്കറെ. യെസ്, ഉദ്ധവ് താക്കറെ is the chief minister of Maharashtra. Maharashtra is one of the most important states in India.
mainly because of its industrialization. India's most industrialized state is Maharashtra. And the state having the maximum GSDP, that is also Maharashtra. അപ്പൊ മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അതുപോലെ GSDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP ഉണ്ടല്ലോ, അതിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാണ് അത് GSDP എന്ന് പറഞ്ഞ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉള്ള സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. അപ്പൊ ആ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററാണ് ഉദ്ധവ് താക്കറെ. ശിവസേനയുടെ ലീഡറാണ് അദ്ദേഹം, ഉദ്ധവ് താക്കറെ. പിന്നെ അടുത്ത ചേണിങ് ഇൻ ബീഹാർ പൊളിറ്റിക്സ് ആണ് നമുക്ക് വേണ്ട. ബീഹാർ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള സംഭവങ്ങളാണ്. അതൊക്കെ നിങ്ങൾ വായിക്കാൻ നിങ്ങൾ വിട്ടാൽ മതി. കാര്യം നമുക്ക് വായിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് വേണ്ട. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8ാമത്തെ പേജ് എന്നും സൗത്ത് ഇന്ത്യൻ പേജാണ്. അതാ ഇവിടെ ആന്ധ്ര തമിഴ്നാട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇത് കേരള റിലേറ്റഡ് ന്യൂസ് ആണ്. കർണാടകത്തിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ ഇവിടെ കാണാം. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, BS യെദ്യൂരപ്പ. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ BS യെദ്യൂരപ്പയാണ്. ബാക്കി സകല ന്യൂസും സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലെ അവിടുത്തെ ലോക്കൽ ന്യൂസുകളാണ്. സോ നമുക്ക് ആ ന്യൂസുകളൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു വൈ ഇറ്റ് ഈസ് സോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ this is a national level examination. In a national level examination, the questions of national importance only will be asked. അതാണ് സത്യം. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അല്ലാതെ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസുകൾ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണെങ്കിൽ ചോദിക്കും ഷുവർ ആയിട്ടും. ഇതൊക്കെ വെറുതെ അവിടുത്തെ ലോക്കൽ ലെവലിൽ പ്ലേ ഔട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ബിനീഷ് കൊടിയേരി അറസ്റ്റ് ചെയ്തൊക്കെയാണ്. അപ്പൊ അതൊന്നും എക്സാമിന് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് അല്ലല്ലോ. കമറുദ്ദീൻ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഒരു MLA അറസ്റ്റ് ചെയ്തു, അത് ഇവിടെ ന്യൂസ് ആയിട്ടുണ്ട്. അതൊന്നും ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് വെക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? അപ്പം അതൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അത് നാഷണൽ പേജാണ്. നെക്സ്റ്റ് പേജ് 9th പേജ്. പക്ഷെ അവിടെയും നമുക്ക് ഇന്നൊന്നും എഴുതിയെടുക്കാനില്ല. കാര്യം കണ്ടോ, NDA വിൻസ്, RJD ഇസ് ലാർജസ്റ്റ് പാർട്ടി. അപ്പോ അതെന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് ബീഹാറിലെ ഇലക്ഷനെ കുറിച്ചാണ്. ബീഹാറിൽ വിൻ ചെയ്തത് NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NDA ആണ് ജയിച്ചതെങ്കിലും ലാർജസ്റ്റ് പാർട്ടി ഇറ്റ് ഈസ് നോട്ട് ഫ്രം NDA, ഇറ്റ് ഈസ് ഫ്രം ഗ്രാൻഡ് അലയൻസ്, മഹാഗഡ്ബന്ധൻ. RJD എന്ന് പറഞ്ഞ ആ മഹാഗഡ്ബന്ധന്റെ ഗ്രാൻഡ് അലയൻസിന്റെ പാർട്ടി ആണ്, ഗ്രാൻഡ് അലയൻസിലുള്ള പാർട്ടിയാണ് ബീഹാറിലെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി, ഏറ്റവും വലിയ ഒറ്റ കക്ഷി. അവർ 75 സീറ്റ്സ് വിൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. 75 യെസ്, RJD 75. BJP ഒരു സീറ്റിന്റെ ഡിഫറൻസിൽ സെക്കൻഡ് പൊസിഷനുണ്ട്, 74ഉം 75 പറഞ്ഞിരിക്കുക. പിന്നീട് our focus was on making BJP stronger, says ചിരാഗ് എന്ന് പറഞ്ഞ ചിരാഗ് പാസ്വാൻ. രാംവിലാസ് പാസ്വാൻ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ഇപ്പം മരിച്ചുമായിരുന്നു. രാംവിലാസ് പാസ്വാൻ ഇന്ത്യയുടെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു LJP, ലോക് ജനശക്തി പാർട്ടി. അപ്പം ഈ ഇടയ്ക്ക് മരിച്ചുപോയ രാംവിലാസ് പാസ്വാൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ മിനിസ്റ്ററിന്റെ പാർട്ടിയുടെ പേര് LJP, ലോക് ജനശക്തി പാർട്ടി എന്നാണ്. ലോക് ജനശക്തി പാർട്ടി, ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ചീഫാണ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ. പിന്നെ വീണ്ടും രാഷ്ട്രീയമാണ്. അസാസുദ്ദീൻ ഒവൈസി അപ്പം ബീഹാറിൽ കുറെ സീറ്റ്സ് വിൻ ചെയ്ത മുസ്ലിം പാർട്ടിയാണ്. ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന AIMIM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിയുടെ ലീഡറിന്റെ ഇന്റർവ്യൂ ഒക്കെയാണ്, നമുക്ക് വേണ്ട. പിന്നെ നോ സെക്കൻഡ് തോട്ട്സ് ഓൺ നിതീഷ് CM. നിതീഷിന്റെ പാർട്ടി ജനതാദൾ യുണൈറ്റഡിന് BJP-യെക്കാളും വളരെ കുറച്ച് സീറ്റുകളെ കിട്ടുള്ളൂ. പക്ഷെ സ്റ്റിൽ ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് നിതീഷ് കുമാർ വിൽ റിട്ടേൺ ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ എന്നാണ് ഭൂപീന്ദർ യാദവ് എന്ന് പറഞ്ഞ BJP-യുടെ ലീഡർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ BJP-ക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. അവര് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആണെങ്കിൽ നിതീഷ് കുമാർ എന്നായിരിക്കും ചീഫ് മിനിസ്റ്റർ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ആ പേജിലെ ന്യൂസ്. അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയം ഇഷ്ടമുള്ള ഒരു, പൊളിറ്റിക്സ് ഇഷ്ടമുള്ള ഒരു മസ്റ്റായിട്ട് വായിക്കണം. ഞാൻ ഈ പേജ് ഫുൾ ഇരുന്ന് വായിച്ചു. കാരണം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് വായിക്കണം. അത് കഴിഞ്ഞ് 10th പേജിലേക്ക് പോകുമ്പോൾ സ്പുട്നിക് 5 വാക്സിൻ 92% ഇഫക്റ്റീവ്, റഷ്യ. നമ്മളെ ഞാനൊരു ന്യൂസ് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഫൈസർ എന്ന് പറയുന്ന പിന്നീട് US ബേസ്ഡ് കമ്പനിയുടെ കോവിഡ് വാക്സിൻ 90% ഇഫക്റ്റീവ് ആണ് പരീക്ഷിച്ചവരിൽ എന്നൊരു ന്യൂസാണ് നമ്മൾ വായിച്ചത്. ഫൈസർ PFI
EZDR എന്നുള്ള Pfizer എന്നുള്ള US based multinational pharmaceutical company. They developed a COVID vaccine and found that it is 90% effective in the people they tested എന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ റഷ്യ പുതിയ അവകാശവാദം വന്നിരിക്കുന്നു. റഷ്യയാണ് വേൾഡിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്തത്. റഷ്യയുടെ കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 ആണ് വേൾഡിലെ ഫസ്റ്റ് കൊറോണ വാക്സിൻ. അത് അറിഞ്ഞിരിക്കണം അവരുടെ വേൾഡിലെ ഫസ്റ്റ് കൊറോണ വാക്സിൻ സ്പുട്നിക് 5 ആണ്. അത് 92% എഫക്റ്റീവ് ആണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഈ സ്പുട്നിക് എന്ന് പറയുന്ന വാക്സിൻ ഡെവലപ്പ് ചെയ്തൊരു കമ്പനി ഉണ്ട്. കമ്പനിയുടെ പേര് ഒരു സെക്കൻഡ്, ഗമാലയ സെന്റർ എന്നാണ്. GAMALEYA ഗമാലയ സെന്റർ. അപ്പൊ അവരാണ് സ്പുട്നിക് വാക്സിൻ ഡെവലപ്പ് ചെയ്ത് അറിഞ്ഞിരിക്കുക. എന്നിട്ട് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇത് കുറച്ചു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഫസ്റ്റ് പേജിൽ 1.46 lakhs crores outlay over 5 years. അത് അടുത്ത 5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് 10 സെക്ടേഴ്സിൽ ഗവൺമെന്റ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് കൊടുക്കാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് 5 yearsൽ 1.46 lakhs crores ആണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ആയിട്ട് 10 സെക്ടേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു എക്സ്റ്റെൻഡ് this production linked incentive to 10 more sectors. For that, government decided to invest or give PLI production linked incentive to the tune of 1.46 lakhs crores, to the tune of 1.46 lakh crores in a span of 5 years. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ decided to give production linked incentive to the tune of 1.46 lakhs crores എന്നാണ് പഠിക്കേണ്ടത്. ടു 10 സെക്ടേഴ്സ് ആണ്, 10 സെക്ടേഴ്സിന്. ആ 10 സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നോക്കണം. അപ്പൊ അതാണ് ആ ന്യൂസ്. പിന്നീട് ഇതൊന്നും വേണ്ട, മിസ്സിംഗ് ജമ്മു ആൻഡ് കാശ്മീർ സോൾജേഴ്സിനെ കുറിച്ചാണ്. 3 pregnant women die in അരുണാചൽ വേണ്ട. ഫാമേഴ്സ് ഫേം ഓൺ ഡൽഹി മാർച്ച്. അത് എന്താണെന്ന് നമുക്ക് അറിയാം. ഈ ഇടയ്ക്ക് മോഡി ഗവൺമെന്റ്, NDA ഗവൺമെന്റ് 3-4 ഫാമർ സെൻട്രിക് ആയിട്ടുള്ള ലോസ് കൊണ്ടുവന്നു, നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വിഭാഗം ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പഞ്ചാബിലാണ് മെയിൻ ആയിട്ട് ആ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്, പഞ്ചാബിലും ഹരിയാനയിലും. ബിക്കോസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രേറിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ്. ഇന്ത്യയുടെ വീറ്റ് പ്രൊഡക്ഷന്റെ 80% പഞ്ചാബ് എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. ഡെഫിനറ്റ്ലി അപ്പോൾ അതൊരു അഗ്രേറിയൻ സ്റ്റേറ്റ് ആണ്. നമ്മളുടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടപ്പാക്കിയ സ്റ്റേറ്റ് ഏതെന്ന് ഏത് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, അത് പഞ്ചാബാണ്. The state which implemented green revolution in the best manner ആരെന്ന് വെച്ചാൽ പഞ്ചാബാണ്. അപ്പൊ ആ പഞ്ചാബിലാണ് ഏറ്റവും വലിയ അജിറ്റേഷൻസ് നടക്കുന്ന ഈ സെൻട്രൽ ഗവൺമെന്റ് ന്യൂ ഫാം ലോസിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു ന്യൂസ് ആണ്. അവര് ഡൽഹിയിൽ പാർലമെന്റിലേക്ക് മാർച്ചൊക്കെ നടത്താൻ പോകുന്നു. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററുടെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ഫയർ വർക്ക്സ് ബാൻ ചെയ്തു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നീട് ദീപാവലിയാണ് ഇപ്പം 2 ദിവസം കഴിയുമ്പോൾ ദീപാവലിക്ക് ഫയർ ക്രാക്കേഴ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ബിക്കോസ് ഓഫ് COVID-19 ആൻഡ് അതർ ഇഷ്യൂസ് ലൈക്ക് എയർ പൊല്യൂഷൻ ആൻഡ് ഓൾ, ഡാഷ് ഡിസൈഡഡ് ടു ബാൻ ഫയർ ക്രാക്കേഴ്സ്. ആരാണ് ബാൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആരാണ് ബാൻ ചെയ്യാൻ തീരുമാനിച്ചത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അല്ല, പിന്നെ ആരാണ്? NGT. മിത്ര പറഞ്ഞ ശരിയാണ്, ആര്യ MS പറഞ്ഞത് ശരിയാണ്. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ്. ഗ്രീഷ്മ VL പറഞ്ഞത് ശരിയാണ്. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഡിസൈഡഡ് ടു ബാൻ ഫയർ ക്രാക്കേഴ്സ്. അപ്പോൾ NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ആണ്. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ? AK ഗോയൽ, ഗ്രീഷ്മ ഗോകുൽ ശരിയാണ്. AK Goyal, Adarsh Kumar Goyal is the chairman of NGT National Green Tribunal. Okay, AK Goyal. പിന്നീട് ദുഷ്യന്ത് ദാവെ. ദുഷ്യന്തിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞ് ദാവെ, DAVE, ദുഷ്യന്ത് ദാവെ. ആരെന്ന് അറിഞ്ഞിരിക്കണം? സുപ്രീം കോർട്ടിലെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. സുപ്രീം കോർട്ടിലെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്.
സുപ്രീം ബാർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്മാരുടെ സംഘടനയാണ്. ബാർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിലെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ആര്, പിന്നീട് ദുഷ്യന്ത് ദാവെ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ അഡ്വക്കേറ്റ് ലീഗൽ പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ബോഡിയുണ്ട്. ഇന്ത്യയിൽ ലീഗൽ പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോഡിയുണ്ട്. ഇന്ത്യയിലെ ലീഗൽ പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയുടെ പേര് അറിഞ്ഞിരിക്കണം, BCI ആണ്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ is the body responsible for regulation of legal profession in India. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ and its chairman is, അറിയാമോ ആർക്കെങ്കിലും? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, the responsible body to regulate legal profession in India and its chairman. Who is the chairman of BCI, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ? അറിയാവുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക. മനൻ കുമാർ മിശ്ര, ആര്യ MS, ശരിയാണ്, മനൻ കുമാർ മിശ്ര. MANAN, ശരിയാണ് മിത്ര, മനൻ കുമാർ മിശ്ര, MANAN, മനൻ കുമാർ മിശ്ര, മനൻ കുമാർ മിശ്ര, MANAN, മനൻ കുമാർ മിശ്ര. ഓക്കെ, അപ്പം അതും അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകും. അതിനടുത്ത പേജ് പോകുമ്പോൾ അത് വേൾഡ് പേജാണ്, 11 പേജാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് 11ാമത്തെ പേജ് വേൾഡ് പേജ് ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ അതിൽ മാറ്റം വരും, എന്റെ ഇടയ്ക്ക് ഒരു പേജ് ചിലപ്പോൾ എക്സ്ട്രാ ഒക്കെ വരികയാണെങ്കിൽ 11ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 12ാമത്തെ പേജ് ആയിരിക്കും വേൾഡ് പേജ്. ബട്ട് ഫോർ ദ ലാസ്റ്റ് 1 month 11 പേജ് ഈസ് ദ വേൾഡ് പേജ് ഇൻ ഹിന്ദു ന്യൂസ് പേപ്പർ. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിൽ ഈ അമേരിക്ക ഈസ് ഗോയിങ് ടു ബി ബാക്ക് സെയ്സ് ബൈഡൻ എന്ന് പറയുന്ന ന്യൂസ് നിങ്ങൾ വായിക്കണ്ട. താല്പര്യം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ വായിക്കുന്നു വേണ്ട. കാരണം നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, US പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ച്. അപ്പൊ വീണ്ടും ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ സമയം വായിക്കുക. പിന്നെ വേറെ ന്യൂസ് ഉള്ളത്, ശ്രീലങ്ക ടു ടേക്ക് എ ഫൈനൽ കോൾ ഓൺ കണ്ടെയ്നർ ടെർമിനൽ. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്രീലങ്കയിൽ വളരെ വലിയൊരു സ്റ്റേക്ക് ഹോൾഡറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഇസ് നെയ്ബറിംഗ് കൺട്രി ഓഫ് ശ്രീലങ്ക ആൻഡ് India is investing hugely in Sri Lanka in various projects. അതിൽ ഒരു പ്രൊജക്റ്റ് ആയിട്ട് തീരുമാനിച്ചിരുന്നതാണ് ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നത് കൊളംബോ പോർട്ടിൽ. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നേഴ്സിന്റെ ഒക്കെ കൈകാര്യം നടക്കുന്ന ഒരു പോർട്ടാണ് കൊളംബോ പോർട്ട്. ഈ കൊളംബോ പോർട്ടിൽ ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയും ജപ്പാനും ചേർന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് അലോ ചെയ്തു. ശ്രീലങ്കയിലെ കഴിഞ്ഞ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ റാനിൽ വിക്രമസിംഗയുടെ ഗവൺമെന്റ്. പക്ഷെ അത് റാനിൽ വിക്രമസിംഗ എന്നുള്ള പേരൊന്നും ഇപ്പൊ പഠിക്കണ്ട. ഇപ്പൊ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ മഹിന്ദ രാജപക്സെയും ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഗോതബായ രാജപക്സെയാണ്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഗോതബായ രാജപക്സെയും ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ മഹിന്ദ രാജപക്സെയാണ്, ബ്രദേഴ്സാണ്. അപ്പം അവര് വന്നതിന് ശേഷം ചില റീസൺസ് മൂലം ഈ ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ പ്രോജക്ട് കൊളംബോ പോർട്ടിൽ ഇന്ത്യയും ജപ്പാനും ചേർന്ന് നടപ്പാക്കാനിരുന്നത് ഇതുവരെയും നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക, വായിക്കാൻ താല്പര്യമുള്ളവരെല്ലാം വായിച്ചു നോക്കുക, കാര്യം ഇന്ത്യയും കൂടെ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട്. വേൾഡിലെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ, 50 വർഷത്തിലേറെ പിന്നെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളാണ്. വേൾഡിലെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ, ബഹ്റിന്റെ പ്രൈം മിനിസ്റ്റർ. ബഹ്റിന്റെ പ്രൈം മിനിസ്റ്റർ പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ മരിച്ചുപോയി. പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ മരിച്ചുപോയി. പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, the longest serving prime minister of the world. He was the prime minister of Bahrain. Capital of Bahrain is Manama. മനാമയാണ് ബഹ്റിന്റെ ക്യാപിറ്റൽ. മരിച്ചു. പിന്നെ മ്യാൻമർ, ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രികളിലൊരെണ്ണമായ മ്യാൻമറിൽ ഇലക്ഷൻ നടന്ന കാര്യം ഞാൻ പറഞ്ഞു. മ്യാൻമറിൽ ഇലക്ഷൻ വിൻ ചെയ്ത ഇവരാണ് ആങ് സാൻ സൂക്കി. ഷീസ് എ നോബൽ പ്രൈസ് വിന്നർ ഫോർ പീസ്. പിന്നെ പ്രോ ഡെമോക്രസി ലീഡർ ആയിരുന്നു മ്യാൻമറിൽ. മ്യാൻമറിൽ കുറെ കാലം പട്ടാള ഭരണമായിരുന്നു. അപ്പം അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് അജിറ്റേഷൻസ് സംഘടിപ്പിച്ച് അവിടെ ഡെമോക്രസി തിരികെ കൊണ്ടുവന്നു. അവർക്ക് നോബൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയിരുന്നു. സോ ഹെർ പാർട്ടി വൺ ദ ഇലക്ഷൻ ഇൻ മ്യാൻമർ. അവരുടെ പേര് ആങ് സാൻ സൂക്കി എന്നാണ്, AUNG, ആങ് സാൻ SAN, സാൻ സൂ SUUKY. അപ്പം അത്രയാണ് അവിടെയുള്ള. ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഹോങ്കോങ്ങിലെ ഇഷ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ഹോങ്കോങ് വർഷങ്ങളോളം. പക്ഷെ 1997 ഹോങ്കോങ്ങിന് ഫ്രീഡം കൊടുത്തു ബ്രിട്ടൻ. ഫ്രീഡം കൊടുത്തെന്ന് വെച്ചാൽ ചൈനയ്ക്ക് കൈമാറുകയാണ് ചെയ്തത് ഹോങ്കോങ്ങിന്. പക്ഷെ അപ്പോ ബ്രിട്ടൻ ഒരു കണ്ടീഷൻ വെച്ചു, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് റൂൾ ഹോങ്കോങ്ങിൽ നടപ്പാക്കരുത്, ഹോങ്കോങ്ങില് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭരണം, അഡ്മിനിസ്ട്രേഷൻ അവിടെ നടപ്പാക്കണമെന്ന് ചൈന അത് അക്സെപ്റ്റ് ചെയ്തു. ചൈന ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ബട്ട് ചൈന
decided to control Hong Kong through some indirect means, and for that they made some laws in Hong Kong Parliament. അപ്പോൾ people erupted in protest. That is what happened in Hong Kong. അപ്പോൾ ഹോങ്കോങ്ങിൽ വലിയ അജിറ്റേഷൻസ് നടക്കുകയാണ് ബൈ ഡെമോക്രസി പ്രൊട്ടസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. അപ്പൊ അത് വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കാം. പിന്നെ വേറൊരു ന്യൂസ് ബിസിനസ് പേജാണ്. ബിസിനസ് പേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 12th പേജാണ് ബിസിനസ് പേജ്. Indian GDP, gross domestic product, shrank 8.6% in Q2. Q2 means നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ സെക്കൻഡ് ക്വാർട്ടർ. ഏപ്രിൽ, മെയ്, ജൂൺ അതാണ് ഫസ്റ്റ് ക്വാർട്ടർ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ് സെക്കൻഡ് ക്വാർട്ടർ. അപ്പൊ സെക്കൻഡ് ക്വാർട്ടറിൽ ഇന്ത്യയുടെ GDP 8.6% ഷ്രിങ്ക് ചെയ്തു എന്ന് പറഞ്ഞത്. അത് സത്യത്തിൽ പക്ഷേ അത് ഇംപ്രൂവ്മെന്റ് ആണ്. ഇതിലും മോശമായിട്ടാണ് ഷ്രിങ്ക് ചെയ്തത് ഫസ്റ്റ് ക്വാർട്ടറിൽ. കാരണം വെച്ചാൽ ആ സമയത്തെല്ലാം ലോക്ക്ഡൌൺ ആയിരുന്നു ഡ്യൂ ടു COVID-19. അപ്പം എന്തായാലും ഷ്രിങ്ക് ചെയ്തു എന്നാണ്. പക്ഷെ വളരെ നല്ല സയൻസ് ഉണ്ട്, പോസിറ്റീവ് സയൻസ്. ആഫ്റ്റർ ദ റീഓപ്പണിംഗ് ഓഫ് ദ എക്കോണമി, ഇന്ത്യൻ എക്കോണമി ഈസ് ബൗൺസിംഗ് ബാക്ക് ടു ദ പ്രീ കോവിഡ് ലെവൽ. അപ്പൊ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് സൂചിപ്പിക്കുന്നത്, അപ്പൊ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് പലതും സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഈസ് ഓൺ ദ പാത്ത് ഓഫ് റിക്കവറി എന്നാണ്. ഇന്ത്യൻ എക്കോണമി ഈസ് ഓൺ ദ പാത്ത് ഓഫ് റിക്കവറി എന്നാണ്. അപ്പം അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അപ്പൊ എന്തായാലും സെക്കൻഡ് ക്വാർട്ടറിൽ GDP 8.6% ഷ്രിങ്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. 8.6% ഷ്രാങ്ക്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ്. പിന്നെ അപ്പോളോ ഹോസ്പിറ്റൽസിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസ് ലിമിറ്റഡ്, അതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിൻ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോളോ ഹോസ്പിറ്റൽസ് ലിമിറ്റഡ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് hospital chain in India, and its founder and its chairman is Pratap C. Reddy. പിന്നെ ഇതിങ്ങനെ ഒരു ന്യൂസ് കണ്ടോ. ആമസോൺ അക്യൂസസ് ഫ്യൂച്ചർ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നൊരു ന്യൂസ്. ആമസോൺ അക്യൂസസ് ഫ്യൂച്ചർ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഫ്യൂച്ചർ മീൻസ് ഫ്യൂച്ചർ റീറ്റെയിൽ കമ്പനിയാണ്. ഈ ഫ്യൂച്ചർ റീറ്റെയിൽ കമ്പനിയുടെ അണ്ടറിലാണ് ബിഗ് ബസാർ, പാന്റലൂൺസ്, അതുപോലെ നീൽഗിരീസ് ഇതെല്ലാം വരുന്നത്. ഈ ആമസോണും ഫ്യൂച്ചർ ഗ്രൂപ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ കംപ്ലീറ്റ് ബ്രാൻഡുകളെയും അവർ റിലയൻസിന് സെൽ ചെയ്തു. ഇപ്പൊ റിലയൻസ് റീറ്റെയിലിന്റെ അണ്ടറിൽ വരികയാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് കൂടെ. അപ്പൊ ഇനി ഭാവിയിൽ ബിഗ് ബസാർ, നീൽഗിരീസ്, പാന്റലൂൺസ്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം റിലയൻസിന്റെ ഭാഗമാവും. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആമസോൺ ഇപ്പൊ കേസ് കൊടുത്തേക്കാണ്. വേൾഡിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ. അപ്പം അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കിഷോർ ബിയാനിയാണ്. ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കിഷോർ ബിയാനിയാണ്. BIYANI. കിഷോർ ബിയാനി ഇസ് ദ ഫൗണ്ടർ ഓഫ് ഫ്യൂച്ചർ ഗ്രൂപ്പ്. പിന്നെ അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. L&T emerges lowest bidder for bridge project എന്നൊരു ന്യൂസ് ഉണ്ട്. അത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം L&T is the biggest, largest engineering construction company in India. The biggest engineering construction company is L&T. ഇന്ത്യയിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ലാർസൻ ആൻഡ് ടൂബ്രോ, ശരിയാണ് ഗോകുൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ ഇന്നലെ 3,166 crore 20 kilometer 4-lane ബ്രിഡ്ജ്, 4 വരിയുള്ള 20 kilometer നീളത്തിലുള്ള ബ്രിഡ്ജ്. ആലോചിച്ച് നോക്കി, 20 kilometer നീളത്തിലുള്ള ഒരു ബ്രിഡ്ജാണ്, 4 വരിയാണ്. നമ്മള് കഴക്കൂട്ടം പിന്നീട് ബൈപ്പാസ് പോലെ. അത് എവിടെയാണെന്ന് വെച്ചാൽ ദ റിവർ ബ്രഹ്മപുത്രയിലാണ്. ദ ലോങ്സ്റ്റ് റോഡ് ബ്രിഡ്ജ് ടു ബി ബിൽറ്റ് ഓവർ എ റിവർ. ഇത് കംപ്ലീറ്റ് ആകുമ്പോ ഈ ബ്രഹ്മപുത്ര റിവറിന്റെ മുകളിൽ കൂടെ ഈ L&T കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന 20 kilometers ഉള്ള ആ ഒരു ബ്രിഡ്ജ് കംപ്ലീറ്റ് ആകുമ്പോൾ ലോങ്സ്റ്റ് റോഡ് ബ്രിഡ്ജ് ആയിട്ട് മാറും ഇന്ത്യയിൽ. അത് ഒരു റിവറിന്റെ മുകളിലുള്ള ലോങ്സ്റ്റ് റോഡ് ബ്രിഡ്ജ് ആയി മാറും. ഇത് കണക്ട് ചെയ്യുന്ന എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ദ ബ്രിഡ്ജ് വിൽ ബി ബിൽറ്റ് ബിറ്റ്വീൻ ദുബ്രി ആൻഡ് ഫുൽബാരി. അത് നാഷണൽ ലെവലിലാണ് അത് വരുന്നത്. ആസാമിനും മേഘാലയയും കണക്ട് ചെയ്തുകൊണ്ട് ദുബ്രി, DHUBRI, ദുബ്രിയും ഫുൽബാരിയും PHULBARI. അപ്പൊ എനിക്ക് ദുബ്രി ആസാമിലും ഫുൽബാരി മേഘാലയയിലും ആയിരിക്കും. എന്തായാലും അങ്ങനെയാണത്, അറിഞ്ഞിരിക്കും. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയായ L&T 20 kilometer ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജ് ബ്രഹ്മപുത്രയ്ക്ക് മുകളിൽ, ബ്രഹ്മപുത്ര റിവർ, ആസാമിന്റെ ദുഃഖം, സോറോ ഓഫ് ആസാം എന്നറിയപ്പെടുന്ന റിവറാണ്. സോറോ ഓഫ് ആസാം എന്നറിയപ്പെടുന്ന റിവറാണ് ബ്രഹ്മപുത്ര.
ആ ബ്രഹ്മപുത്ര റിവറിന് മുകളിൽ 20 കിലോമീറ്റർ നീളത്തിൽ ഉണ്ടാക്കുന്ന ഈ ബ്രിഡ്ജ് ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ബ്രിഡ്ജ് ഓവർ എ റിവർ എന്ന് പറയുന്നത്. ഇത് ദുബ്രി എന്ന് പറയുന്ന ആസാമിലെ സ്ഥലത്തെയും ഫുൽബാരി എന്ന് പറയുന്ന മേഘാലയയിലെ സ്ഥലത്തെയും തമ്മിലാണ് ലിങ്ക് ചെയ്യുന്നത്. ആൻഡ് CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് L&T ഈസ് SN സുബ്രഹ്മണ്യൻ. ഞാൻ അടുത്ത പേജിൽ സ്പോർട്സ് വലുതായിട്ടൊന്നും പറയാനില്ല. മുംബൈ ഇന്ത്യൻസ് വൺ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ്, അത് ഒരു ന്യൂസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പിന്നെ ടൈഗർ വുഡ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആക്ച്വലി ന്യൂസ് ടൈഗർ വുഡ്സിനെ കുറിച്ചല്ല. ഈ ന്യൂസ് ഈസ് അബൌട്ട് ഓഗസ്റ്റ മാസ്റ്റേഴ്സ്. AUGUSTA. ഓഗസ്റ്റ മാസ്റ്റേഴ്സ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഗോൾഫ് ടൂർണമെന്റ്സ്. ഗോൾഫിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് ഓഗസ്റ്റ മാസ്റ്റേഴ്സ്. ഇത് പലതവണ വിൻ ചെയ്തിട്ടുള്ള ഗോൾഫിലെ ലെജൻഡ് ആണ്. ഗോൾഫിലെ എക്കാലത്തെയും ഏറ്റവും വലിയ പ്ലെയർ എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരനാണ് ടൈഗർ വുഡ്സ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു ഓഗസ്റ്റ മാസ്റ്റേഴ്സ് വിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടൈഗർ വുഡ്സിന് ഇപ്പൊ 45 ആയ ഏജ്, അതുകൊണ്ട് എന്നാലും ഇപ്പോഴും ടൈഗർ വുഡ്സ് വളരെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ്. പിന്നെ അതിൽ ഫിൽ മൈക്കൽസൺ എന്നൊരു പേര് കാണാം. ഫിൽ മൈക്കൽസൺ, ഹീസ് വൺ ഓഫ് ദ പ്രോമിനന്റ് ഗോൾഫ് പ്ലേയേഴ്സ് ഓഫ് കറന്റ് ടൈം. ഇപ്പോഴത്തെ പിന്നെ കറന്റ് എറയിലെ one of the most prominent golf players ആണ് ഫിൽ മൈക്കൽസൺ. ആൻഡ് റോറി മക്കിലോറി എന്നൊരു പേര് നിങ്ങൾക്ക് കാണാം. RORY, റോറി മക്കിലോറി, MCILORY. റോറി മക്കിലോറി അനദർ പ്രോമിനന്റ് പ്ലെയർ, ഗോൾഫ് പ്ലെയർ ആണ്. അപ്പം അതൊക്കെയാണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെയും ഈ ഓസ്ട്രേലിയ ഇന്ത്യ ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ചും അതൊക്കെയാണ്. അല്ല അവിടെ ഒന്നും പറയാനൊന്നുമില്ല. NBA കുറിച്ചൊരു ന്യൂസ്. NBA എന്താണ്? നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ ലീഗാണ്. US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് NBA നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഗോൾഫ് ലീഗാണ്. പിന്നീട് ഗോൾഫ് ലീഗ് അല്ല, ബാസ്കറ്റ്ബോൾ ലീഗാണ് NBA നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. US-ലാണ്. നമ്മൾ IPL, ഇന്ത്യയിലെ IPL ക്രിക്കറ്റ് ലീഗ് തന്നെ പോലെ അദിതി അശോക്, വേസ മാലിക്, ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ രണ്ട് ഫേമസ് ആയിട്ടുള്ള വുമൻ ഗോൾഫ് പ്ലേയേഴ്സ് ആണ്. അദിതി അദിതി അശോക് ആൻഡ് വേസ മാലിക്. വേസ മാലിക് TVESA ആണ്. പിന്നെ ഇവിടെ അരാംകോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ പേര് കാണാം. സൗദി അരാംകോ, വേൾഡ്സ് ലാർജസ്റ്റ് പെട്രോളിയം കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനി സൗദി അരാംകോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. PGA എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞിരിക്കുക. ഈ ഗോൾഫിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അത് പറയേണ്ടിയിരുന്നത്. PGA പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ ആണ്. അവരാണ് ഗോൾഫ് ടൂർണമെന്റുകൾ, വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗോൾഫ് ടൂറുകൾ സംഘടിപ്പിക്കുന്നത്. PGA ആണ്, പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ. ഓക്കെ, ഇനി ഞാൻ 2-3 പേരുകൾ, ഇപ്പൊ ഇന്നത്തെ ഹിന്ദു ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാനിപ്പോ 1-2 പേരുകളുടെ പറഞ്ഞുതരാം. അതും കൂടെ ഒന്ന് പിന്നീട് അറിഞ്ഞിടത്തിൽ എഴുതിക്കൊള്ളണം. PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ. PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. PFRDA, it is a regulatory body to regulate pension funds in India. PFRDA, pension fund regulatory and development authority, and the chairman Supratim, SUPRATIM, Supratim Bandyopadhyaya. Supratim Bandyopadhyaya is the chairman of PFRDA, Pension Fund Regulatory and Development Authority of India. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ദിനേശ് കുമാർ ഖാര, KHARA, ദിനേശ് കുമാർ ഖാര, ന്യൂ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. Finance Secretary of India. Finance Secretary, it is a very important position in India because you all know that Reserve Bank of India governs the signing authority in currency notes in India, except 1 rupee note. In 1 rupee note, Finance Secretary of India is the signing authority. About Finance Secretary of India, 1 rupee note will matram sign cheyum. All other currency notes will be signed by Reserve Bank of India governor. Appo
₹1 നോട്ടിൽ സൈൻ ചെയ്യാനുള്ള അധികാരം ഫിനാൻസ് സെക്രട്ടറിക്ക് മാത്രമാണ്. സോ ഫിനാൻസ് സെക്രട്ടറി, അതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്രട്ടറിയാണ് ഫിനാൻസ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ, ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. അജയ് ഭൂഷൺ പാണ്ഡെ, അജയ് ഭൂഷൺ പാണ്ഡെ, PANDEY. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സെക്രട്ടറിയാണ് റവന്യൂ സെക്രട്ടറി. അഗെയിൻ റവന്യൂ സെക്രട്ടറി ഈസ് അജയ് ഭൂഷൺ പാണ്ഡെ. Ajay Bhushan Pandey is simultaneously holding the position of Revenue Secretary and Finance Secretary. Both are very coveted positions and very important positions. Both are held by Ajay Bhushan Pandey. ഒരാളെ കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം. എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ, എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ തരുൺ ബജാജ്. തരുൺ ബജാജ്, എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ തരുൺ ബജാജ് ആണ്. തരുൺ ബജാജ്, എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. 45 മിനിറ്റ്സിനോട് തീർക്കണം ഞാൻ ആഗ്രഹിച്ചു. എക്സാക്ട്ലി 45 മിനിറ്റ്സ് ആയപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം കണ്ട എല്ലാവർക്കും നന്ദി. ഇത് ഒരു കണ്ടിന്യൂയിങ് എക്സസൈസ് ആക്കുക. 9:30, 9:45 ടൈമിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്ന. ആ ടൈമിൽ മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ വന്ന് കാണുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പത്രം വായിക്കുക. ഗ്രീഷ്മ, യു ആർ വെൽക്കം. അപ്പൊ ലക്ഷ്മി ടി, വെൽക്കം. നിങ്ങൾ എല്ലാവരും ഇത് ന്യൂസ് പേപ്പർ വായിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ പോയി വായിക്കുക. ഗോകുൽ, രേവതി, സാന്ദ്ര, കൃഷ്ണേന്ദു, എല്ലാവർക്കും വെൽക്കം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മിത്ര, രേവതി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, വെൽക്കം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ തന്നെ പോയി പത്രം ഒരു 2 മണിക്കൂർ വായിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വായിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്.